ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ യൂണിറ്റിലേക്ക് വരാം. യൂണിറ്റിൻ്റെ പേര് ബ്ലൂംസ് ആൻഡ് ബ്രീസ്. ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ പൂക്കൾ അല്ലേ? പൂക്കളെയാണ് നമ്മൾ ബ്ലൂം എന്ന് പറയുന്നത്. ബ്രീസ് എന്ന് പറഞ്ഞാലോ കാറ്റ് കേട്ടോ. അപ്പം പൂക്കളും കാറ്റും അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇവിടെ വില്യം വേർഡ്സ്വർത്തിൻ്റെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇവിടെ. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. പ്രകൃതി. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി കേട്ടോ. നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി. അപ്പോൾ പ്രകൃതി ആയിരിക്കട്ടെ നിങ്ങളുടെ ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമല്ലോ? അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അപ്പോൾ നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് പ്രകൃതി ആയിരിക്കട്ടെ എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. ആരാണിത് പറഞ്ഞത്? വില്യം വേർഡ്സ്വർത്ത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞത് ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കുള്ള ഓരോ പാഠങ്ങളാണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതുകൊണ്ടാണ് വില്യം വേർഡ്സ്വർത്ത് ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഇവിടെ നമുക്ക് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, വാട്ട് ഡു യു സീ? ഇവിടെ ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? 2 ഹൗസസ് ഉണ്ടല്ലേ? 2 ഹൗസസ് ഉണ്ടല്ലേ? ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഫസ്റ്റ് പിക്ചറിൽ നമുക്കൊരു ഹൗസ്, അതും ഒരു ഹൗസാണ്. പക്ഷേ ആ ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ആ ഹൗസിൻ്റെ പേരെന്താണെന്നറിയാമോ? അതാണ് ഇഗ്ലു. എന്താണ് അതിൻ്റെ പേര്? ഇഗ്ലു. ഓക്കെ, ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഗ്ലു ആണ്. അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എന്താ അതിൻ്റെ പ്രത്യേകത. ഇത് ഐസ്, അതായത് നമ്മുടെ സാധാരണ വീട് പോലെ അല്ലല്ലേ ഇത് കാണാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന വീട് പോലെ അല്ല. മഞ്ഞുള്ള പ്രദേശങ്ങൾ, ഐസി ലാൻഡ്സിലാണ് ഇവ കാണപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി നിങ്ങൾ 2ാമത്തെ പിക്ചറിലേക്ക് നോക്കിക്കേ. ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഇത് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വീടാണല്ലേ? വെള്ളത്തിൻ്റെ മുകളിൽ തൂണുകളിൽ 4 പില്ലേഴ്സ് ഉണ്ടല്ലേ? അപ്പം ഇങ്ങനെ പില്ലേഴ്സിൽ നിൽക്കുന്ന ഒരു വീടാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്. കണ്ടോ? നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ വേറൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയും. എന്താ പേര് പറയുന്നത്? സ്റ്റിൽറ്റ് ഹൗസ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇഗ്ലൂ. 2ാമത്തെ എന്താണ്? സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയും. കേട്ടല്ലോ? സ്റ്റിൽറ്റ് ഹൗസ്. ഇനി ഇവിടെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ആർ ദീസ് ഹൗസസ് സിമിലർ? ഹൗ? ഈ 2 വീടുകളും ഒരുപോലെയാണോ? സിമിലർ ആണോ? സിമിലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ, സെയിം ആയിട്ടുള്ളത് ആണോ? അല്ലല്ലേ? നോ. ആൻസർ എന്താണ്? നോ. എന്തുകൊണ്ടാണ് നമ്മൾ നോ എന്ന് പറയുന്നത്? ഹൗ? എങ്ങനെ? എന്തുകൊണ്ടായിരിക്കാം അത് ഒരുപോലെ അല്ല എന്ന് നമ്മൾ പറയുന്നത്? 2ഉം അത് കാണുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആണല്ലേ? അതിൻ്റെ അപ്പിയറൻസ് തന്നെ ഡിഫറെൻ്റ് ആണ്, സിമിലർ അല്ല. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള വീടുകൾ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് ഓരോ സാഹചര്യങ്ങൾ. ഇപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ആളുകളെ തണുപ്പ്, അല്ലെങ്കിൽ അവിടെ തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട്, ഐസി ലാൻഡ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാലാവസ്ഥ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2ാമത് നമ്മൾ സ്റ്റിൽറ്റ് ഹൗസിൻ്റെ കാര്യം പറഞ്ഞു. അത് ഇങ്ങനെ വെള്ളം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവിടെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള വീടുകൾ. അപ്പം ഈ 2 ഹൗസസും വ്യത്യാസമാണ് അല്ലേ? ഡിഫറെൻ്റ് ആണ്. ദേ ആർ നോട്ട് സിമിലർ. അടുത്ത് നോക്കിക്കേ. വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? എവിടെയാണ് ഇങ്ങനെയുള്ള വീടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഇഗ്ലൂസ്. ഫസ്റ്റ് വൺ പറഞ്ഞ ഇഗ്ലൂസ് നമുക്ക് എവിടെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഐസി ലാൻഡ്സ്, അല്ലെങ്കിൽ മഞ്ഞുള്ള തണുപ്പുള്ള പ്രദേശങ്ങൾ, മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലാണ് നമുക്ക് ഇഗ്ലൂസ്
കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റിൽറ്റ് ഹൗസസോ. സ്റ്റിൽറ്റ് ഹൗസസ് എന്ന് പറയുന്നത് ഫ്ലഡ് ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള സ്റ്റിൽറ്റ് ഹൗസസ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനാണ് ആളുകൾ ഇങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തിനാണ്? ഇതുപോലെയുള്ള ക്ലൈമറ്റ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇഗ്ലു ആണെങ്കിൽ തണുപ്പുള്ളൊരു കാലാവസ്ഥയിലുള്ളതാണ് അല്ലേ, അപ്പോൾ അവിടെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇഗ്ലൂസ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ സ്റ്റിൽറ്റ് ഹൗസസ് ആണെങ്കിലോ, അവിടെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത് എന്താ, പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ വരുമ്പം അവരുടെ വീടിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, വെള്ളം കയറും. അപ്പോൾ ഇതുപോലെയുള്ള പില്ലറിൽ നിൽക്കുന്ന ഹൗസസ് ആണെങ്കിൽ അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീടുകൾ പണിയുന്നത്. വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? എന്ത് പേരാണെന്നറിയാമോ? സസ്റ്റൈനബിൾ ഹോംസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഹോംസ് എന്നും പറയും കേട്ടോ. സസ്റ്റൈനബിൾ ഹോംസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഹോംസ് എന്നാണ് അതിന് പേര് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുകളല്ലേ, നമ്മുടെ നാട്ടിൽ കാണുന്ന വീടുകൾ പോലെ അതുപോലെയല്ല എല്ലായിടത്തും ഉള്ളത്. അതുപോലെ അല്ല എല്ലായിടത്തും ഉള്ളത്. പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റാണ്. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വീടുകളിലെ ചിലതാണ് നമ്മളിപ്പോൾ കണ്ട ഈ രണ്ട് വീടുകളും. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇഗ്ലു. സെക്കൻഡ് വൺ എന്തായിരുന്നു? നമ്മുടെ സ്റ്റിൽറ്റ് ഹൗസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. എന്താണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്? ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നാട്. വിൻഡ് എന്ന് പറഞ്ഞാലോ? കാറ്റ്. ലാൻഡ് ഓഫ് ദ വിൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റിൻ്റെ നാട്. ഈ സ്റ്റോറിയിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ഒരു പെൺകുട്ടി, ഡൊറോത്തി എന്നാണ് ആ കുട്ടിയുടെ പേര്. അവൾക്കൊരു പെറ്റ് ഡോഗുണ്ട്. അപ്പോൾ അവളുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റോറി വായിച്ചു തുടങ്ങിയാലോ? Dorothy, a little girl, lived in a small wooden house with her uncle and aunt. ഡൊറോത്തി എന്ന ലിറ്റിൽ ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പെൺകുട്ടി. ലിവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ്. വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടി കൊണ്ടുള്ള വീട്. ഡൊറോത്തിയും അവളുടെ അങ്കിളും ആൻറ്റിയും ഒരു സ്മോൾ വുഡൻ ഹൗസിലാണ് താമസിച്ചിരുന്നത്. തടി കൊണ്ടുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. ഹെർ ഹൗസ്, അവളുടെ വീട്, ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. മെഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുൽത്തകിടി കേട്ടോ. പുൽത്തകിടി അല്ലെങ്കിൽ പുൽമേടെന്നൊക്കെ പറയും. പുൽത്തകിടിയുടെ നടുവിലായിരുന്നു അവളുടെ വീട്. The wind never stopped blowing there. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ബ്ലോയിങ് എന്ന് പറഞ്ഞാലോ? വീശുക. നെവർ സ്റ്റോപ്ഡ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിൽക്കുക അല്ലെ, നിർത്തുക അല്ലേ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ദ വിൻഡ് നെവർ സ്റ്റോപ്പ് ബ്ലോയിങ് ദർ. കാറ്റ് ഒരിക്കലും അവിടെ നിർത്തിയില്ല. എന്ന് വെച്ചാൽ എന്താ? കാറ്റ് എപ്പോഴും അവിടെ വീശിക്കൊണ്ടേയിരിക്കും. When the wind blew hard, Dorothy's family would take shelter in the cellar of their house. When the wind blew hard, കാറ്റ് വളരെ ശക്തിയായി വീശുമ്പോൾ ഡൊറോത്തി അവളുടെ കുടുംബം എന്ത് ചെയ്യും? ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലർ ഓഫ് ദെയർ ഹൗസ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അഭയം അല്ലെങ്കിൽ അഭയം തേടുക, സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുക. എങ്ങോട്ടേക്കാണ് അവർ പോകുന്നത്? സെല്ലർ ഓഫ് ദെയർ ഹൗസ്. സെല്ലർ എന്ന് പറഞ്ഞാൽ എന്താ? വീടിൻ്റെയൊക്കെ ഏറ്റവും അടിയിലുള്ളൊരു അറ അല്ലെങ്കിൽ നിലവറ എന്നൊക്കെ പറയും കേട്ടോ. വീടിൻ്റെയൊക്കെ ബേസ്മെൻറ്റിലുള്ളൊരു അറ, ഏറ്റവും അടിയിലുള്ളൊരു അറ, മണ്ണിൻ്റെ അടിയിലേക്ക് വരും, ഭൂമിക്ക് അടിയിലായിട്ട് വരും. അപ്പോൾ അവിടേക്ക് അവർ പോകുമായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം കാറ്റ് വളരെ ശക്തിയായി വീശുമ്പോൾ. ഓൺ എ ക്ലൗഡി ഡേ ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹർ പെറ്റ് ഡോഗ് ടോട്ടോ. അപ്പം ഒരു ദിവസം, ക്ലൗഡി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? മേഘം. ക്ലൗഡി ഡേ എന്ന് പറഞ്ഞാൽ മേഘത്താൽ മൂടപ്പെട്ട ഒരു ദിവസം ഡൊറോത്തി അവളുടെ പെറ്റ് ഡോഗിൻ്റെ പേരെന്താ? ടോട്ടോ. ടോട്ടോയോടൊപ്പം കളിക്കുകയായിരുന്നു.
A storm is on its way. Dorothy, run to the cellar. Be quick. Her uncle cried out. അപ്പം അങ്കിൾ എന്താ പറഞ്ഞത്? സ്റ്റോം ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താ? കൊടുങ്കാറ്റ് കേട്ടോ. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. അപ്പോൾ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ, ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഡൊറോത്തി റൺ ടു ദ സെല്ലർ, പെട്ടെന്ന് നീ ആ നിലവറയിലേക്ക് പോകൂ. ബി ക്യുക്ക് എന്ന് പറഞ്ഞാൽ, ക്യുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പെട്ടെന്ന് പോകൂ എന്നും പറഞ്ഞ് അവളുടെ അങ്കിള് വിളിച്ച് പറഞ്ഞു. ഹി റാൻ ടുവേർഡ്സ് ദ സെല്ലർ, ഓണ്ട് ഫോളോഡ് ഹിം. അപ്പം അങ്കിൾ എന്ത് ചെയ്തു? അങ്കിൾ ആ സെല്ലാറിലേക്ക് പോയി, ആൻറ്റിയും അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി. ഡൊറോത്തി സ്റ്റോപ്പ് പ്ലേയിങ്. കം വിത്ത് മീ ടോട്ടോ, ഷീ കോൾഡ് ഔട്ട്. അപ്പോൾ ഡൊറോത്തി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലേ. അപ്പം പെട്ടെന്ന് ടോട്ടോയോട് പറഞ്ഞു, ടോട്ടോ എൻ്റെ കൂടെ വരൂ എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലാർസ്? എന്തിനാണ് ആളുകൾ സെല്ലാർ അല്ലെങ്കിൽ നിലവറകൾ ഉണ്ടാക്കുന്നത്? എന്തിനാണെന്നറിയാമോ? ഒന്ന്, നമ്മളിപ്പോൾ സ്റ്റോറിയിൽ പറഞ്ഞു, അവർക്ക് ഇതുപോലുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് അവർ എന്ത് ചെയ്യും? ഈ സെല്ലറിലേക്ക് പോകും. പിന്നെ എന്തിനാണെന്നറിയാമോ? നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സൂക്ഷിച്ചു വെക്കാനും ഈ സെല്ലാറ് ഉപയോഗിക്കും. ഇനി നമുക്ക് സ്റ്റോറിയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് പേജ് എടുക്കുമോ? ദ സ്റ്റോം കണ്ടോ? ഡൊറോത്തി റാൻ ടുവേർഡ്സ് ദ സെല്ലർ. ഡൊറോത്തി ആ സെല്ലറിൻ്റെ അടുത്തേക്ക് ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. പക്ഷെ ടോട്ടോ എങ്ങോട്ട് പോയി? ടോട്ടോ ആ വീട്ടിലേക്ക് പോയി. റാൻ ടു ദ ഹൗസ്, വീട്ടിലേക്കാണ് ടോട്ടോ ഓടിപ്പോയത്. ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. എന്നിട്ട് എവിടെ ഒളിച്ചു? ആ കട്ടിലിൻ്റെ അടിയിൽ കയറി ഒളിച്ചു. ടോട്ടോ ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അപ്പം ഡൊറോത്തി ടോട്ടോ എന്ന് വിളിച്ച് ആ വീട് മുഴുവൻ ആരെ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തേടുക, അന്വേഷിക്കുക അല്ലെങ്കിൽ തിരയുക. ടോട്ടോയെ തിരഞ്ഞു. ടോട്ടോ കം ഔട്ട്, ഡൊറോത്തി യെൽഡ് ഔട്ട്. ടോട്ടോ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഡൊറോത്തി യെൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കെ നിലവിളിക്കുക കേട്ടോ. യെൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കെ നിലവിളിക്കുന്നതിനെയാണ് യെൽഡ് ഔട്ട് എന്ന് പറയുന്നത്. ദ ഹൗളിംഗ് വിൻഡ് സ്വെപ്റ്റ് ഹർ വോയിസ് അവേ. ഹൗളിംഗ് വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ശബ്ദമാണ് കേട്ടോ. ഹൗളിംഗ്, കാറ്റിൻ്റെ ശബ്ദത്തിനാണ് ഇവിടെ ഹൗളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ സ്വെപ്റ്റ് ഹർ വോയിസ് അവേ എന്ന് പറഞ്ഞാൽ അവളുടെ ശബ്ദം ആ ഒരു കാറ്റങ്ങ് കൊണ്ടുപോയി. സ്വെപ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ അതങ്ങ് മാറ്റിക്കൊണ്ടുപോയി അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടുപോയി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവളുടെ ശബ്ദം ആ കാറ്റിനോടൊപ്പം അങ്ങ് അലിഞ്ഞ് പോയി. വൂ 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 ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൗളിംഗ് ഓഫ് വിൻഡ്. അപ്പോൾ കാറ്റിൻ്റെ ആ ഒരു ശബ്ദം അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. കാറ്റ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറിഞ്ഞു വീഴുക കേട്ടോ. ടോപ്പിൾഡ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞു, ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ മറിഞ്ഞ് വീഴുക കേട്ടോ. മരങ്ങളൊക്കെ മറിഞ്ഞ് വീണു. ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്. വീട് ഷേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? കുലുങ്ങാൻ തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്പ് ഡൗൺ. കബോർഡിലുണ്ടായിരുന്ന കപ്പും പാത്രങ്ങളൊക്കെ സ്ലിപ്പ് ചെയ്ത് വീഴുന്നു വെച്ചാൽ താഴേക്ക് തെന്നി വീഴാൻ തുടങ്ങി. ദ മിറർ ഓൺ ദി വോൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. അവരുടെ ഭിത്തിയിലുണ്ടായിരുന്ന ആ കണ്ണാടി, മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടി താഴെ വീണു. ബ്രോക്ക് ഇൻ ടു പീസസ് എന്ന് പറഞ്ഞാൽ പല കഷ്ണങ്ങളായി ചിതറിപ്പോയി. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? നമ്മുടെ വീടിന് എന്താ സംഭവിക്കുന്നത്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പേടിക്കുക, ഭയപ്പെടുക കേട്ടോ. ഡൊറോത്തി പേടിച്ചു പോയി. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഹാപ്പൻഡ് വെൻ ദ വിൻഡ് ബ്ലൂ? കാറ്റ് വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മളിത് ഇവിടെ പറഞ്ഞു. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ, ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്, ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദി കബോർഡ് സ്ലിപ്പ് ഡൗൺ, the mirror on the wall fell down and broke into pieces. Okay,
ഇനി നമുക്ക് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദ ഫ്ലൈയിങ് ഹൗസ്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക. ഹൗസ് വീട്, പറക്കുന്ന വീട്. ദ സ്റ്റോം റോഡ് ക്രീക്ക് ഇറ്റ് ലിഫ്റ്റ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. സ്റ്റോം റോഡ്. റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? അലറുക കേട്ടോ, അലറുക. ക്രീക്ക്, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്തായിരുന്നു ആ ശബ്ദം? ഇറ്റ് ലിഫ്റ്റ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലിഫ്റ്റ് ചെയ്യുക, എന്തെങ്കിലും സാധനം അത് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തുക കേട്ടോ. അപ്പം ആ സ്റ്റോം എന്ത് ചെയ്തു? ആ കൊടുങ്കാറ്റ് വീടിനെ നിലത്തു നിന്നും ഉയർത്തി. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. ഡൊറോത്തിക്കും ടോട്ടോയ്ക്കും വീട്ടിൽ നിന്നും ഓടിപ്പോകാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ? ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഈസ് ഫ്ലൈയിങ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? അവരുടെ വീട് പറക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡൊറോത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല. വീട് പറക്കുകയാണല്ലേ, അപ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറ്റുന്നത്? ഷീ സോ ഫോളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. അവൾ എന്താ കണ്ടത്? വീണ് കിടക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ പാലങ്ങളൊക്കെ തകർന്നു കിടക്കുന്നത് അവൾ കണ്ടു. ടോട്ടോ ബിക്കം അഫ്രേഡ്. ടോട്ടോയ്ക്ക് പേടിയായി. ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദെയർ ഇൻസൈഡ് ദ ഹൗസ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹിയർ ആൻഡ് ദെയർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. വീടിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങി. വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. ഡൊറോത്തി ഹെൽഡ് ടോട്ടോ ഇൻ ഹർ ആംസ്. അപ്പോൾ ഡൊറോത്തി എന്ത് ചെയ്തു? ടോട്ടോയെ കൈകളിൽ ഇങ്ങനെ എടുത്ത് ചേർത്ത് പിടിച്ചിട്ട് എന്ത് പറഞ്ഞു? വി ആർ ഇൻ ഡേഞ്ചർ, നമ്മൾ അപകടത്തിലാണ്. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. വിൻഡ് എന്ത് ചെയ്തു? വീടിനെ വീണ്ടും ഒരുപാട് മുകളിലേക്ക്, ഉയരങ്ങളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ഓവർ ദ ഫോളൻ ട്രീസ്, ഓവർ ദ മാർക്കറ്റ്, ഓവർ ദ സ്ട്രീം, ഓവർ ദ മൗണ്ടൻസ്. എവിടെയൊക്കെയാണ്? വീണ് കിടക്കുന്ന ആ ഫോളൻ ട്രീസ്, മരങ്ങളുടെ വീണ് കിടക്കുന്ന മരങ്ങളുടെ മുകളിലൂടെ, ഓവർ ദ സ്ട്രീം, അരുവിയുടെ മുകളിലൂടെ, മാർക്കറ്റ്, ആ മാർക്കറ്റിൻ്റെ മുകളിലൂടെ, മൗണ്ടൻസ്, മലകളുടെ മുകളിലൂടെ ഒക്കെ അവരിങ്ങനെ ഉയർന്ന് പറന്ന് പോവുകയാണ്. ഡൊറോത്തി ട്രെംബിൾഡ് വിത്ത് ഫിയർ. ഡൊറോത്തി ട്രെംബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയ്ക്കുക, പേടിച്ച് വിറച്ചു. ഷീ കുഡ്ന്റ് ഈവൻ ക്രൈ. അവൾക്ക് കരയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. അവൾക്ക് മുകളിൽ ആകാശവും അതുപോലെ ആ കറുത്തിരുണ്ട മേഘങ്ങളും മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഷീ ക്ലോസ്ഡ് ഹർ ഐസ്. അവളുടെ കണ്ണുകൾ അടച്ചു. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ആ പറക്കുന്ന വീട്ടിൽ നിന്നും ഡൊറോത്തി എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? ഫോളൻ ട്രീസ്, പിന്നെന്താണ്? ബ്രോക്കൺ ബ്രിഡ്ജസ്. ഇതൊക്കെ ഡൊറോത്തി കണ്ടല്ലേ? ഇതൊക്കെ താഴെ കിടക്കുന്നത് ഡൊറോത്തി കണ്ടു. ദാ ഇവിടെ നമ്മൾ വായിച്ചായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് യു വെയർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു? നിങ്ങളായിരുന്നു ഡൊറോത്തി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ചെയ്യുമായിരുന്നു? ഓക്കെ, അപ്പോൾ നിങ്ങളത് ആലോചിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് വരാം. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. തഡ്, അതൊരു ശബ്ദമാണ്. തഡ് എന്നൊരു ശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? ദ ഹൗസ് ലാൻഡഡ് സംവെയർ. വീട് എവിടെയോ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തു എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? താണിറങ്ങി കേട്ടോ. ലാൻഡഡ് എന്ന് പറഞ്ഞാൽ താണിറങ്ങുക എന്നുള്ള അർത്ഥമാണേ. താഴെ ഇറങ്ങുക. അപ്പം വീട് എവിടെയോ ചെന്ന് ഇറങ്ങി. ഡൊറോത്തി ഓപ്പൺഡ് ഹർ ഐസ്. ഷീ ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി കണ്ണ് തുറന്നു, പുറത്തേക്ക് നോക്കി. ഓ, ദ സ്റ്റോം ഹാസ് ഗോൺ. ആ കൊടുങ്കാറ്റ് പോയി. ഷീ കെയിം ഔട്ട് വിത്ത് ടോട്ടോ. അവൾ വീടിൻ്റെ പുറത്തേക്ക് ടോട്ടോയായിട്ട് വന്നു. ഇപ്പോൾ അവരവിടെ എന്താ കാണുന്നത്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ദ എയർ വാസ് ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. അതായത് പുറത്തേക്ക് വന്നപ്പം നല്ല പൂക്കളുടെ മണമായിരുന്നു ആ വായുവിന്. ബേർഡ്സ് ചിർപ്ഡ്. അതുപോലെ പക്ഷികളൊക്കെ
ചെപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചിലയ്ക്കുക. വേർ ആർ വി നൗ? ഷീ വണ്ടേർഡ്. അപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു, നമ്മൾ എവിടെയാണ്? ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്. സ്നിഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മണക്കുക കേട്ടോ. ടോട്ടോ ഇങ്ങനെ അവിടെ ചുറ്റും ഇങ്ങനെ മണത്ത് നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്. പസിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരു അമ്പരപ്പ് കേട്ടോ. ഒരു അമ്പരപ്പോടെ ഡൊറോത്തിയെ ടോട്ടോ നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദ. ഡൊറോത്തി നോക്കിയപ്പം സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് വിചിത്രമായിട്ടുള്ള ചില വിചിത്രരായ ആളുകൾ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് ഡൊറോത്തി കണ്ടു. They were smaller than Dorothy but bigger than Toto. ഇനി അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഡൊറോത്തിയെക്കാട്ടിലും ചെറിയ മനുഷ്യരായിരുന്നു, പക്ഷേ ടോട്ടോയെക്കാട്ടിലും വലിയവരായിരുന്നു. They wore hats with tiny bells. അവർ ഹാറ്റ്സ് വെച്ചിട്ടുണ്ട്, അതിൽ ചെറിയ ബെല്ലുകൾ ഉണ്ടായിരുന്നു. ടോട്ടോ barked at them. ടോട്ടോ എന്ത് ചെയ്തു? അവരുടെ നേരെ കുരച്ചു. Calm down Toto, Dorothy പാറ്റ് ഹിം. പാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പുറത്ത് തട്ടുക. അപ്പം ഡൊറോത്തി ഇങ്ങനെ ടോട്ടോയുടെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു കാം ഡൗൺ. കാം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തനാകാനായിട്ട് ടോട്ടോയോട് പറഞ്ഞു. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്, വെൽക്കം ടു അവർ ലാൻഡ്. അപ്പം അന്നവരെന്താ പറഞ്ഞത്? ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്. ഞങ്ങൾ ആരാന്നാണ് പറഞ്ഞത്? മഞ്ച്കിൻസ്. മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മഞ്ച്കിൻ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ആളുകൾ കേട്ടോ. മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ ആളുകളെയാണ് മഞ്ച്കിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വന്നവരാരായിരുന്നു? അവർ മഞ്ച്കിൻസ് ആയിരുന്നു. ആരായിരുന്നു? മഞ്ച്കിൻസ്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. വി ആർ സോ ഹാപ്പി ടുഡേ യു സേവ്ഡ് അസ്. ഞങ്ങൾ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ? നീ ഞങ്ങളെ രക്ഷിച്ചു. ദേ സെഡ്. അവർ പറഞ്ഞു. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. ഡൊറോത്തി പക്ഷേ എങ്ങനെയാ? കൺഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്തൊരു അവസ്ഥ. ഓക്കെ. അപ്പോൾ ഇവിടെ ഡൊറോത്തിയുടെ ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടോ? ഡൊറോത്തിയുടെ വീട് വന്ന് അവിടെ ലാൻഡ് ചെയ്തല്ലേ? ഏതോ ഒരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ ഡൊറോത്തി എന്തായിരിക്കും പറയുന്നത്? എന്തായിരിക്കും ഡൊറോത്തി പറയുക? ഓ, ഇത് എവിടെയായിരിക്കും അല്ലേ? നമ്മൾ എവിടെയാണ്? വേർ ആർ വി നൗ എന്നായിരിക്കും ഒരു പക്ഷെ ഡൊറോത്തി ചോദിക്കുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരാം. ദ ഹീറോ. യു ആർ അവർ ഹീറോ, യു കിൽ ദ ക്രൂവൽ വിച്ച്, എ യങ് മഞ്ച്കിൻ സെഡ്. നീ ഞങ്ങളുടെ ഹീറോ ആണ്. ആരാ ഇത് പറയുന്നത്? ഒരു അതിൽ ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരനായൊരു പ്രായം കുറഞ്ഞ ഒരു മഞ്ച്കിൻ പറഞ്ഞു, നീ ഞങ്ങളുടെ ഹീറോ ആണ്. കാരണം എന്താ? യു കിൽ ദ ക്രൂവൽ വിച്ച്. നീ ആ ദുഷ്ടയായ അല്ലെ ക്രൂരയായ ആ മന്ത്രവാദിയെ എന്ത് ചെയ്തു? മന്ത്രവാദിനിയെ കൊന്നു എന്നൊരു ചെറുപ്പക്കാരനായ മഞ്ച്കിൻ പറഞ്ഞു. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ, ഡൊറോത്തി ക്രൈഡ് ഔട്ട്. ഡൊറോത്തി എന്ത് പറഞ്ഞു? ഒരിക്കലും ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഡൊറോത്തി പറഞ്ഞു. നോട്ട് യു ബട്ട് യുവർ ഹൗസ്, യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കഡ് വിച്ച്, ഷീ ഡൈ സെഡ് ആൻ ഓൾഡ് മഞ്ച്കിൻ. നീയല്ല, ബട്ട് യുവർ ഹൗസ്, നിൻ്റെ വീട്. കാരണം എന്താ? നിൻ്റെ വീട് വന്ന് ലാൻഡ് ചെയ്തത് ആ വിക്കഡ് വിച്ചിൻ്റെ മുകളിലാണ്. ആ ദുഷ്ട മന്ത്രവാദിനിയുടെ മുകളിലാണ് വീട് വന്ന് ഇറങ്ങിയത്. അങ്ങനെ അവർ മരിച്ചു. ഒരു ഓൾഡ് മഞ്ച്കിൻ, പ്രായമുള്ളൊരു മഞ്ച്കിൻ പറഞ്ഞു. ഈസ് ഇറ്റ് സോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്. ഷോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വസിക്കാൻ പറ്റാതെ. അങ്ങനെയാണോ? ഞെട്ടിപ്പോയി. ഡൊറോത്തി ഞെട്ടിപ്പോയി. അങ്ങനെയാണോ എന്ന് ചോദിച്ചു. യെസ്, വി വേർ ഹർ സ്ലേവ്സ്, യു സെറ്റ് us ഫ്രീ, ലെറ്റ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. ദേ ബിഗൻ ടു ഡാൻസ്. അപ്പോൾ അവരെന്ന് പറഞ്ഞു? യെസ്, അതെ. വി വേർ ഹർ സ്ലേവ്സ്. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമകൾ. ഞങ്ങൾ ആ ദുഷ്ടമന്ത്രവാദിനിയുടെ അടിമകളായിരുന്നു. യു സെറ്റ് us ഫ്രീ, നീയാണ് ഞങ്ങളെ അവരുടെ അടുത്തു നിന്നും സ്വതന്ത്രയാക്കിയത് അല്ലെങ്കിൽ രക്ഷിച്ചത്. ലെറ്റ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷിക്കുക. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാം. ദേ ബിഗൻ ടു ഡാൻസ്. ബിഗൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ജോയിൻ us, the old munchkin invited ഡൊറോത്തി. ഞങ്ങളുടെ കൂടെ
വരൂ, ഞങ്ങളുടെ കൂടെ ചേരൂ എന്ന് പറഞ്ഞ് ആ പ്രായമുള്ള മഞ്ച്കിൻ ഡൊറോത്തിയെ ക്ഷണിച്ചു. താങ്ക്സ്, ബട്ട് പ്ലീസ് ഹെൽപ്പ് us to go back to our village, she said. നന്ദിയുണ്ട്, താങ്ക്സ്, നന്ദിയുണ്ട്, പക്ഷേ എന്താണ് പറഞ്ഞത്? പ്ലീസ് ഹെൽപ്പ് us go back to our village. ഞങ്ങൾക്ക് ഞങ്ങളുടെ വില്ലേജിലേക്ക് പോകാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? സോറി, വി കാൺട്ട്, ബട്ട് ഷുവർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ഞങ്ങൾക്ക് കഴിയില്ല, വി കാൺട്ട്, ഞങ്ങൾക്ക് കഴിയില്ല, ബട്ട് ഷുവർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. ആർക്ക് പറ്റും? ആർക്ക് പറ്റുമെന്നാണ് പറഞ്ഞത്? ഓസ്, ഓസ് എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഓസിലെ വിസാർഡ്, വിസാർഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രികൻ. ഓസിലെ വിസാർഡിന് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും. അപ്പോൾ ഡൊറോത്തി എന്താ ചോദിക്കുന്നത്? വിസാർഡ് ഓഫ് ഓസ്, ഹു ഇസ് ഹി? അതാരാണെന്ന് ചോദിക്കുകയാണ്. ഹി ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ് എന്ന് ആര് പറയുകയാണ്? ദ ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു പവർഫുൾ മജീഷ്യനാണ്, ശക്തനായൊരു മജീഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഓൾഡ് മഞ്ച്കിൻ പറഞ്ഞു. ഡൊറോത്തി സ്മൈൽ, ഡൊറോത്തി പുഞ്ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അപ്പം അങ്ങനെ ടോട്ടോയോടൊപ്പം വിസാർഡിനെ കാണാനായിട്ട് ഡൊറോത്തി പോയി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡിഡ് ദ വിക്കഡ് വിച്ച് ഡൈ? എങ്ങനെയാണ് ആ വിക്കഡ് വിച്ച് ഡൈ മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? ബിക്കോസ് എങ്ങനെയാണ് മരിച്ചത്? ഡൊറോത്തി ഡൊറോത്തിയുടെ ഹൗസ് എവിടെയാണ് ലാൻഡ് ചെയ്തത്? ആ വിക്കഡ് വിച്ചിലാണ്. അങ്ങനെയാണ് അവർ മരിച്ചത്. ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഓൺ ദ വിക്കഡ് വിച്ച്, ഷീ ഡൈഡ്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ആ ഒരു വിസാർഡിനെ കണ്ടുമുട്ടുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തി. മീറ്റിംഗ് ദ വിസാർഡ്. ദേ റീച്ച് ദ വിസാർഡ്സ് പ്ലേസ്. അവർ വിസാർഡിൻ്റെ പാലസിൽ വന്നു. സോറി, വിസാർഡ്സ് പാലസ് ആണേ. വിസാർഡിൻ്റെ പാലസ്, പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ കൊട്ടാരം. വിസാർഡിൻ്റെ പാലസിൽ വന്നു. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ് ദ മഞ്ച്കിൻസ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ആസ് ദ വിസാർഡ് ഓഫ് ഓസ്. അപ്പം വെൽക്കം, സ്വാഗതം പറഞ്ഞു അദ്ദേഹം. നീ ആ മഞ്ച്കിൻസിനെ രക്ഷിച്ചു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ആസ് ദ വിസാർഡ് ഓഫ് ഓസ്. പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. എന്താണ് ചോദിച്ചത്? ഞങ്ങളുടെ വില്ലേജിലേക്ക് തിരികെ പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കാമോ? ഡൊറോത്തി പ്ലീഡഡ്. പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക കേട്ടോ, അപേക്ഷിക്കുക. വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഹി ആസ്ക്ഡ്. നീ എന്തിനാണ് ഇത്രയും മനോഹരമായി സ്ഥലം വിട്ടു പോകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് യുവർ ഓൺ ഹോം, ഡൊറോത്തി സെഡ്. ഡൊറോത്തി എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നമ്മുടെ സ്വന്തം സ്ഥലവും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ആകില്ല. കണ്ടോ, ഡൊറോത്തി എന്താ പറഞ്ഞു? നമ്മുടെ വീട് പോലെ, അല്ലെ നമ്മുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ആകില്ല എന്ന് ഡൊറോത്തി പറഞ്ഞു. ആസ് യു വിഷ് മൈ ഡിയർ, ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. എന്ത് സംഭവിച്ചു? വിസാർഡ് എന്ത് പറഞ്ഞു? നിന്റെ ആഗ്രഹം പോലെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ വടി വീശി. വാവ്, ദ ഹൗസ് അപ്പിയർഡ്. അപ്പം എന്ത് സംഭവിച്ചു? ആ വീട് പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ, ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. ഡൊറോത്തിയും ടോട്ടോയും ആ വീട്ടിലേക്ക് കയറി, അത് പറന്നു. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ്. മലകളുടെ മുകളിലൂടെ, വയലുകളുടെ മുകളിലൂടെ ആ വീട് പറന്നു. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അവസാനം ആ വീട് അവളുടെ വില്ലേജിൽ എത്തി. ടോട്ടോ, വി ആർ ബാക്ക്. ഷീ ബിക്കേം വെരി ഹാപ്പി. ടോട്ടോ, നമ്മൾ തിരികെ എത്തി. അവൾക്ക് ഒരുപാട് സന്തോഷമായി. ദ സ്കൈ വാസ് ക്ലിയർ, ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശം ക്ലിയർ എന്ന് പറഞ്ഞാൽ നല്ല തെളിച്ചമുള്ളതായിരുന്നു. ഇനി എന്താ അവിടെ കണ്ടത്? ഒരു റെയിൻബോ. ആ സ്കൈയിൽ ഒരു റെയിൻബോ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ സ്റ്റോറിയുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെയാണ് അദ്ദേഹം ഡൊറോത്തിയെ സഹായിച്ചത്? എന്താണ് അദ്ദേഹം ചെയ്തത്? ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്, ദ ഹൗസ് അപ്പിയർഡ്. അല്ലേ, അദ്ദേഹം മാജിക് വാൻഡ് വീശിയപ്പോൾ ആ വീട് തിരികെ വന്നു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ, ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. അങ്ങനെ ഡൊറോത്തിയും ടോട്ടോയും അതിലേക്ക് കയറി വീട് പറന്ന് അവരുടെ ലാൻഡിൽ, വില്ലേജിൽ
ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അവളുടെ വില്ലേജിൽ തിരികെ എത്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് യുവർ ഓൺ ഹോം. നമ്മളുടെ വീട് പോലെ വേറെ ഒരു സ്ഥലവും ആകില്ല. നമ്മുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ആകില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? അത് ശരിയല്ലേ? നമ്മുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ആകില്ല അല്ലേ? അതാണ് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഇടം. നമ്മളെപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതും അവിടെ തന്നെയാണ്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. വേൾഡ് ഓഫ് വേർഡ്സ്. നമ്മൾ പഠിച്ച വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്, നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വേർഡ് സെല്ലാർ. സെല്ലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൂം ബിലോ ഗ്രൗണ്ട് ലെവൽ. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ അടിയിലുള്ള ഒരു സ്ഥലം. ചിർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് ഓഫ് എ ബേർഡ്. പക്ഷികളുടെ ശബ്ദമാണ് ചിർപ്പ് എന്ന് പറയുന്നത്. ക്ലൗഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘത്താൽ നിറഞ്ഞ, അല്ലെങ്കിൽ കവേർഡ് വിത്ത് ക്ലൗഡ്സ്. മേഘത്താൽ നിറഞ്ഞു നിൽക്കുന്നതിനെ നമ്മൾ ക്ലൗഡി എന്ന് പറയുന്നു. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്വീറ്റ് സ്മെൽ, നല്ല മണം. മാജിക് വാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്മോൾ സ്റ്റിക്ക് യൂസ്ഡ് ബൈ എ മജീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ചെറിയ വടി. മെഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാസ് ലാൻഡ്. നമ്മൾ പറഞ്ഞു പുൽത്തകിടി. പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ആശയക്കുഴപ്പം, എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥ. സ്നിഫ്, ഡോഗ്സ് സ്നിഫ് ചെയ്യാന്ന് പറയും. സ്നിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്മെൽ. സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ട്രോങ് വിൻഡ്, ശക്തമായ ഒരു കാറ്റ്, കൊടുങ്കാറ്റ്. ടോപ്പിൾ എന്ന് പറഞ്ഞാലോ? ടു ഫോൾ ഡൗൺ, വീഴുക. ട്രെമ്പിൾ, ടു ഷിവർ വിത്ത് ഫിയർ. ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയന്ന് വിറയ്ക്കുന്നതിനാണ് ട്രെമ്പിൾ എന്ന് പറയുന്നത്. വെയർ എന്ന് പറഞ്ഞാൽ ടു പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്ലോത്ത്സ് ഒക്കെ ധരിക്കുക അല്ലേ? ധരിക്കുക എന്ന് പറയും കേട്ടോ. വിക്കഡ് എന്ന് പറഞ്ഞാലോ? ക്രൂരയായ. വിച്ച് എന്ന് പറഞ്ഞാൽ എ വുമൺ വിത്ത് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദുർമന്ത്രവാദിനി. വിസാഡ് എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് മാജിക്കൽ പവേഴ്സ്. മാന്ത്രികനാണ് വിസാഡ് എന്ന് പറയുന്നത്. വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എ ഹൗസ് മെയ്ഡ് ഓഫ് വുഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വീട്. എ ഷാർപ്പ് ലൗഡ് ക്രൈ. എന്ന് പറഞ്ഞാൽ നിലവിളി എന്ന് മലയാളത്തിൽ പറയും. ഉറക്കെയുള്ള കരച്ചിൽ, നിലവിളിക്കുക എന്ന് പറയും. ഇനി മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വി ആർ മഞ്ച്കിൻസ്. കണ്ടോ? ഉയരം കുറഞ്ഞ ആളുകൾ. വി ആർ ഷോർട്ട്. വി ലിവ് ഇൻ ദ ലാൻഡ് ഓഫ് ഓസ്. ഓസിൽ താമസിക്കുന്ന ഉയരം കുറഞ്ഞ ആളുകളെയാണ് മഞ്ച്കിൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ അടുത്ത വീഡിയോയിൽ ഇടാം.